നമസ്കാരം. ഓഫ്ലബ് ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും ശേഷം അതിലെ ഇടപാടുകൾ നടത്തുമ്പോഴൊക്കെ ഷെയർ ചെയ്ത വ്യക്തിക്ക് വരുമാനം കിട്ടും എന്നുള്ള ഒരു പ്രത്യേകത ഓഫ്ലബ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ. ഇത്തരത്തിൽ വരുമാനം ലഭിക്കുവാൻ വേണ്ടി താല്പര്യമുള്ള ആളുകൾ അവരുടെ ആപ്ലിക്കേഷനിൽ നിന്നും അവരുടെ പ്രൊമോട്ടർ ID ആക്ടിവേഷൻ ചെയ്യേണ്ടതുണ്ട്. ഈ ആപ്ലിക്കേഷൻ മറ്റുള്ളവർക്ക് എങ്ങനെ ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ വരുമാനങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ മറ്റുള്ള വീഡിയോകളിലാണ് വിശദീകരിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെ പ്രൊമോട്ടർ ID ആക്ടിവേഷൻ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡീറ്റെയിലേക്ക് കടക്കുകയാണ്. അതിൽ താല്പര്യമുള്ള ആളുകൾ, അതായത് വരുമാനത്തിൽ താല്പര്യമുള്ള ആളുകൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ID ആക്ടിവേഷൻ ചെയ്യുവാൻ ആവശ്യമായ തുക നമ്മുടെ വാലറ്റിൽ ആദ്യം തന്നെ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ തുകയെക്കുറിച്ച് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നുണ്ട്. അത് വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ആക്ടിവേഷൻ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ആവശ്യമായ തുക വാലറ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷമാണ് നമ്മൾ ആക്ടിവേഷനിലേക്ക് കടക്കേണ്ടത്. അപ്പോൾ വാലറ്റിൽ തുക ആഡ് ചെയ്തതിന് ശേഷം ആക്ടിവേഷൻ ചെയ്യുവാനായിട്ട് ഓരോ വ്യക്തിയും ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് കാണുന്ന ബിസിനസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരു പേജിലേക്ക് കയറുന്നതാണ്. അവിടെ നമുക്ക് അല്പം താഴോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ആക്ടിവേറ്റ് യുവർ ID നമ്പർ എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ആക്ടിവേറ്റ് യുവർ ID നമ്പർ, ആ ബട്ടണിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ മറ്റൊരു പേജിലേക്ക് പോകും. അവിടെ നമുക്ക് നിരവധി പാക്കേജുകൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആദ്യം നോക്കുന്നത് സ്റ്റാർട്ടപ്പ് പാക്കേജാണ്. സ്റ്റാർട്ടപ്പ് പാക്കേജ്, അതിനകത്ത് വ്യൂ എന്ന ബട്ടൺ ഉണ്ട്. അവിടെയാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. സ്റ്റാർട്ടപ്പ് പാക്കേജ് എടുക്കുന്ന വ്യക്തിക്ക് ഈ ഒരു പാക്കേജിലാണ് കയറേണ്ടത്. ആ വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പേജിലേക്ക് ഓപ്പൺ ആയി വരും. അവിടെ വീണ്ടും നമ്മൾ വ്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു പേജിലേക്ക് പോകും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 99 രൂപയാണ് ഈ ഒരു സ്റ്റാർട്ടപ്പ് പാക്കേജ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ 99 രൂപ നൽകി ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ കിട്ടുന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് മറ്റുള്ള വീഡിയോകൾ കണ്ടിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഈ 99 രൂപയുടെ ഈ ഒരു പാക്കേജിൽ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് ആക്ടിവേഷൻ ആകുന്നതാണ്. സെക്കൻഡുകൾ കൊണ്ട് തന്നെ നമുക്കത് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ശേഷം നമുക്ക് വരുമാനങ്ങൾ ലഭിക്കുന്നതാണ്. ഈ 99 രൂപയുടെ പാക്കേജിൽ നമുക്ക് ലഭ്യമായിട്ടുള്ള വരുമാനങ്ങളൊക്കെ നമുക്ക് അതിലൂടെ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് 99 രൂപയുടെ പാക്കേജിലെ വരുമാനങ്ങൾ മാത്രം പോരാ, കൂടുതൽ വരുമാനം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അടുത്ത പാക്കേജാണ് ബേസിക് പാക്കേജ്. ബേസിക് പാക്കേജിലേക്ക് നമുക്ക് വ്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കയറാം. ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലൊരു ഒരു ഓപ്ഷനുണ്ട്, റൈറ്റ് സൈഡിലൊരു ഓപ്ഷനുണ്ട്. ഇത് നമ്മൾ ഈ പാക്കേജ് എടുക്കുമ്പോൾ കമ്പനി നമുക്ക് തരുന്ന കുറച്ച് ഗിഫ്റ്റുകളുണ്ട്. ആ ഗിഫ്റ്റുകൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ വലതുവശത്തുള്ള സെക്ഷനിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ടീ കോഫി സെറ്റ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു പാക്കേജ് ആണ് നമുക്ക് വേണ്ടതെങ്കിൽ, ഈ ഒരു സെക്ഷനാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് വേണ്ടതെങ്കിൽ ഇതിന് താഴെ കാണുന്ന യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പാക്കേജ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ എമൗണ്ട് കൊടുത്തിരിക്കുന്നത് 799 രൂപയാണ്. എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 799 രൂപയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പാക്കേജ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്ത് യെസ് ബട്ടൺ കൊടുക്കുക. ഇനി രണ്ടാമത്തെ സെക്ഷനുണ്ട്, അത് ഡിജിറ്റൽ പാക്കേജാണ്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബുക്ക് ബണ്ടിൽ, ഡിജിറ്റൽ പ്രൊഫൈൽ മേക്കിംഗ് സോഫ്റ്റ്വെയർ, അതുപോലെ തന്നെ പോസ്റ്റർ ഡിസൈനിങ് സോഫ്റ്റ്വെയർ, ഇതൊക്കെയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. അതിൻ്റെ എമൗണ്ടും 799 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് ആവശ്യമെങ്കിൽ ഇതെടുത്തിട്ട് ഈ ഒരു യെസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾക്ക് ഈ 2 പാക്കേജ് കൊടുത്തിട്ടുണ്ട്. ഈ 2 ഭാഗം സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക്
ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി. രണ്ടും എടുക്കണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. ഇനി നമ്മൾ പോകുന്നത് ഈ ബേസിക് പാക്കേജിലെ വരുമാനങ്ങൾ മാത്രം പോരാ, അതിൽ കൂടുതൽ വരുമാനം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റാൻഡേർഡ് പാക്കേജ് ഉണ്ട്, അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ആദ്യം നമ്മൾ നോക്കുന്നത് വലതുവശത്ത് കാണുന്ന ഓപ്ഷനിലാണ്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടീ കോഫി സെറ്റ്, അതിനോടൊപ്പം തന്നെ തെർമോസ് സെറ്റ് കൂടി ഗിഫ്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് വേണ്ടതെങ്കിൽ ഇവിടെ യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് പർച്ചേസ് ചെയ്യാം. ഈ ഒരു പാക്കേജ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് എന്താവും, ഇതിൻ്റെ വരുമാനവും കിട്ടും, ഈ ഒരു പ്രൊഡക്റ്റ് ഗിഫ്റ്റായിട്ടും കിട്ടും. ഇതിൻ്റെ എമൗണ്ട് വരുന്നത് 1599 രൂപയാണ്. എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ഇനി അതിൻ്റെ തൊട്ട് ലെഫ്റ്റ് സൈഡിലുള്ള പാക്കേജ് അത് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ കയറി കഴിഞ്ഞാൽ അവിടെയും കാണാൻ പറ്റും. നമുക്ക് കിട്ടുന്ന 1599 രൂപ തന്നെയാണ് അതിൻ്റെ എമൗണ്ട് വരുന്നത്. അവിടെ കിട്ടുന്ന ബെനിഫിറ്റുകളെ കുറിച്ചൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ഈ പാക്കേജ് വേണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇനി ഈ പാക്കേജ് നമുക്ക് പോരാ, അതിൽ കൂടുതൽ വരുമാനം വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ പ്രീമിയം പാക്കേജ് ഉണ്ട്. പ്രീമിയം പാക്കേജിലേക്ക് പോകാം. പ്രീമിയം പാക്കേജിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ചൂസ് ചെയ്യാനുള്ള 2 ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിൽ ആദ്യത്തെ സെക്ഷൻ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ആൽക്കലൈൻ വാട്ടർ ജഗ്ഗാണ്. ആൽക്കലൈൻ വാട്ടർ ജഗ്ഗാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. പിന്നെ അതിൻ്റെ എമൗണ്ട് 5000 രൂപയാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലെ ബെനിഫിറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. ഇത് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ഓഫ്ലൈൻ സ്റ്റഡിയാണ്. അതായത് നഴ്സറി മുതൽ +2 വരെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ട്യൂഷനാണ് ഈ ഓഫ്ലൈൻ സ്റ്റഡി എന്ന് പറയുന്നത്. അതിന് എമൗണ്ടും 5000 രൂപയാണ്. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വായിച്ച് നോക്കാം. ഈ ഒരു പാക്കേജാണ് താല്പര്യമെങ്കിൽ നമുക്ക് യെസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ 4 പാക്കേജാണ് നമുക്കുള്ളത്. നമ്മൾ ആദ്യം കണ്ട സ്റ്റാർട്ടപ്പ് പാക്കേജ്, ബേസിക് പാക്കേജ്, സ്റ്റാൻഡേർഡ് പാക്കേജ്, പിന്നെ പ്രീമിയം പാക്കേജ്. ഇങ്ങനെ 4 പാക്കേജിൽ ഏത് പാക്കേജ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി ഏതെങ്കിലും ഒരു പാക്കേജ് എടുത്തതിന് ശേഷം പിന്നീട് മറ്റേ പാക്കേജിലേക്ക് മാറാനും സാധിക്കുന്നതാണ്. ആദ്യം ഒരു പാക്കേജ് എടുത്തു, പിന്നീട് ആണ് തോന്നുന്നത് ഈ ഉയർന്ന പാക്കേജിലേക്ക് മാറണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിലേക്ക് മാറാവുന്ന ഓപ്ഷനുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു പാക്കേജ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇത് ഫ്രാഞ്ചൈസി പാക്കേജാണ്. ഓഫ്ലപ്പിന് താലൂക്ക് തലത്തിലുള്ള ഏരിയ ഫ്രാഞ്ചൈസി, അതുപോലെ ജില്ലാ തലത്തിലുള്ള ജില്ലാ ഫ്രാഞ്ചൈസി, പിന്നെ സ്റ്റേറ്റ് ഫ്രാഞ്ചൈസി ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഫ്രാഞ്ചൈസി ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇത് ഈ ഒരു വീഡിയോയിൽ വിശദീകരിക്കുന്നില്ല. ഇത് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കമ്പനിയുടെ കോർഡിനേറ്ററുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. അത് ആപ്ലിക്കേഷനിൽ കയറിയിട്ട് ഫ്രാഞ്ചൈസിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട്. അതിൽ കയറി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഫ്രാഞ്ചൈസിയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയിൽ കണ്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ വന്നിട്ട് അത് ആക്ടിവേഷൻ ചെയ്യാനായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾക്ക് ഈ ഒരു 4 പാക്കേജാണ് ഈ വീഡിയോയിലുള്ളത്. അത് നോക്കി നമുക്ക് ആവശ്യമുള്ളത് നോക്കി നമുക്ക് ആക്ടിവേഷൻ ചെയ്യാവുന്നതാണ്. ഇനി ഐഡിയ ആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായോ എന്നറിയാനായിട്ട് നമുക്കിവിടെ മൈ ടീം എന്ന് പറയുന്നുണ്ട്, അവിടെയുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓരോ ലെവൽ ഓപ്പണായി കാണാൻ സാധിക്കും. ഓരോ ലെവൽ ഓപ്പണായി കാണാൻ സാധിക്കും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ ആക്ടിവേഷൻ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളതിനകത്ത് ഓരോ പാക്കേജിൻ്റെയും എമൗണ്ട് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഏത് പാക്കേജാണോ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാക്കേജിൻ്റെ എമൗണ്ട് നമ്മൾ വാലറ്റിലേക്ക് ആദ്യം ആഡ് ചെയ്യണം. നമ്മൾ മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുപോലെ ആഡ് വാലറ്റ്
മണി എന്ന സെക്ഷനിൽ പോയിട്ട് നമ്മൾ ആ തുക അതിലേക്ക് ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് എങ്ങനെയാണ് വാലറ്റിലേക്ക് തുക ആഡ് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് പേയ്മെൻറ്റ് ചെയ്യുക. 99 രൂപയുടെ പാക്കേജ് എടുക്കുന്നവർ മിനിമം 200 രൂപയാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മിനിമം 200 രൂപ ആഡ് ചെയ്യേണ്ടതുണ്ട്. 99 രൂപ കഴിച്ച് ബാക്കി 101 രൂപ ആ വാലറ്റിൽ തന്നെ കിടക്കും. അവർക്ക് മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ ഇടപാടുകൾക്ക് നടത്താനായിട്ട് ആ തുക പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അതുകൊണ്ട് 99 രൂപേൻ്റെ പാക്കേജ് എടുക്കുന്നവർ മിനിമം 200 രൂപ അതിലേക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കുന്നത്. അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ, അതായത് ആപ്ലിക്കേഷൻ്റെ മറ്റ് ഉപയോഗങ്ങളും മറ്റ് ബെനിഫിറ്റുകളും വരുമാനങ്ങളും ഒക്കെ തുറന്നുള്ള വീഡിയോകളിൽ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് ഈ ഒരു ചാനലിൻ്റെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമസ്കാരം.